ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ സൗണ്ട് പറയുന്നുണ്ട്. ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് വൈബ്രേഷൻ്റെ സൗണ്ട് പറയുന്നുണ്ട്. അത് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ കയറ്റിയതിൻ്റെ വീലിൻ്റെ ഭാഗം കഴിച്ച് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നത്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ്, കമ്പനി ലൈനർ തന്നെയാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ ഈ ആക്സിഡൻറ്റ് ഈ സൈഡിലൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. വഴിച്ചപ്പോൾ താഴെ ചാടിയാണ് തുരുമ്പണി കാണുന്നത്. അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഇട്ടേക്കാം. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമിൻ്റെ അല്പം പ്ലേ ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കോപ്പർ വാഷ് ഇട്ടിട്ട് പ്ലേ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് കുറച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ മാറ്റേണ്ട ഒരു കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട്. ക്ലച്ചിനകത്ത് പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി, അതായത് ബെൽറ്റിൻ്റെയും ക്ലച്ച് ഷൂവിൻ്റെയും ഒക്കെ പൊടിയൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക, റീസെറ്റ് ചെയ്യുക. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ടല്ലോ. ബെൽറ്റ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. പറയാൻ കാരണം ഈ സെൻട്രൽ പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് കൈയോടെ മാറ്റിയിടാം, കാരണം അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കാൻ സാധ്യതയില്ല. കാരണം ഈ പൊട്ടലൊക്കെ ഇച്ചിരി നല്ല ഡീപ്പായ രീതിയിലേക്കിട്ട് ഇതിൻ്റെ പ്രത്യേകത ചില ഒരു കട്ടയും കൂടെ പൊളിഞ്ഞു പോന്നാൽ പിന്നെ പറഞ്ഞാലും കൊണ്ട് ഓട്ടത്തിൽ തന്നെ പെട്ടെന്ന് പൊളിഞ്ഞു നമ്മൾ വഴി കിട്ടുമെന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് കൈയോടെ മാറ്റി കളയാനാണ് ഏറ്റവും സേഫ്. മാറിൻ്റെ പീരീഡ് ആയിട്ടുണ്ട്. ബെൽറ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. നിലവിൽ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ. ക്ലച്ച് പുള്ളിയുടെ ഭാഗം, ആ ബാക്ക് വീലിൻ്റെ വന്ന ഭാഗത്ത് നമുക്ക് തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നു. ക്ലച്ച് വെയിറ്റ് സെറ്റ്, അത് ക്ലച്ച് ഷൂ എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നതാണ്. അതിൻ്റെ പിന്നഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. ക്ലച്ച് ഔട്ടറിന് വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ഇല്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പേപ്പർ ഇട്ടിട്ട് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് സ്മൂത്താക്കി കയറ്റിയാൽ മതി. എഞ്ചിൻ ഓയിലും കൂട്ടത്തിൽ നമ്മൾ മാറണമുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2024 ബാറ്ററിയാണ്. നമ്മളത് സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ. പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മൾ സർവീസിൽ ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളുള്ളത് കൊണ്ട് അതുകൂടി നമുക്ക് കൂട്ടത്തിലൊന്ന് ചെയ്ത് പോകണം. നമുക്കതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. 13 വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കും. നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററി പുതിയതാണെങ്കിൽ പോലും സർവീസിനകത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഓടിക്കുന്ന സമയത്ത് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആണ്. നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇത് കട്ട് ചെയ്തിട്ടാണ്. കാരണം ഇതിൽ 2 കേബിൾ വരാം. BS6 മോഡൽ വണ്ടികൾക്ക് 2 കേബിളാണ് വന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കേബിൾ കട്ട് ചെയ്തിട്ടേക്കാം. അപ്പോൾ സിംഗിൾ കേബിളുമേയാണ് വണ്ടി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ പോലും നിലവിൽ അതും ആ കേബിളും ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ അത് അഴിച്ച് മാറ്റി പോകണതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ആക്സിലേറ്റർ കേബിൾ മാറ്റുമ്പോൾ 2 കേബിളും പുതിയത് ഇടണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിക്കുന്നുണ്ട്. അഴിച്ച് ക്ലീൻ ചെയ്യും. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാലാണ്. അതിനുശേഷം ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് അഴിച്ച് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത്. ടയറിൻ്റെ കണ്ടീഷൻ, ടയർ ഈ പറഞ്ഞ രീതിയുടെ മാക്സിമം ഇതിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ലൈൻ മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. ഈ സൈഡിലെ ഗ്രൂ നോക്കണ്ട, സെൻറ്ററിൽ പിടുത്ത് വെച്ചാത്ത കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ഹാൻഡിൽ പിടുത്തം കാണിക്കുന്ന ഐറ്റിയാണ്. പിന്നെ നമുക്ക് ഈ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് പ്ലഗും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിലവിൽ ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു. നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും വാഷും കൂടി നമ്മൾ മാറ്റിയിടും. കാരണം അതല്ലെങ്കിൽ പിന്നീട് ലീക്ക് വരാതിരിക്കാനാണ് കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്തു പോകാം. പിന്നെ ഉള്ളത് ബെൽറ്റും ആക്സിലേറ്ററിൻ്റെ 2 കേബിളുകളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ വാട്ടർ സർവീസിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾ അതനുസരിച്ച് ബാക്കിയത്തെ വർക്ക് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി നേരത്തെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ റിപ്ലൈ ഇടാൻ മറക്കരുത്.